സന്നിധാനത്തെ വിശേഷങ്ങളിലേക്ക് വീണ്ടും വരേണ്ടി വരുന്നു. നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ആ അയ്യപ്പൻ്റെ ആ ഭാവം അത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. സ്ത്രീകൾക്ക് പ്രത്യേക സന്ദർഭങ്ങളിൽ സ്ത്രീകൾ പ്രവേശനത്തിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് ആവശ്യമില്ല. കാരണം രജസ്വലകൾക്ക് വേണ്ടിയിട്ടാണ് ആ ക്ഷേത്രം. ഈ രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്കാണ് അവിടെ പ്രവേശനമില്ലാത്ത. ആ രജസ്വലകൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് മാതൃലോകത്തിൻ്റെ രജസ്വലകളായിട്ടുള്ള സ്ത്രീകളുടെ ഭ്രൂണഹത്യയെ നടന്നുകൊണ്ടിരുന്ന സൂര്യതാപമുള്ളൊരു കാലത്താണ് ഈ ആചരണ രീതി നിലവിൽ വന്നത്. അപ്പോൾ മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് ഈ സൂര്യതാപത്തെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രയുദ്ധമാണ് ശാസ്താവ് ചെയ്തത്. അല്ലെങ്കിൽ കാട്ടുകൊള്ളക്കാരായിട്ടോ അല്ലെങ്കിൽ കടൽ കൊള്ളക്കാരുമായിട്ടല്ല അദ്ദേഹം യുദ്ധത്തിന് പോയത്. ശാസ്താവിൻ്റെ യുദ്ധം ശാസ്ത്രയുദ്ധമാണ്. അത് ചിറകുകളുള്ള വാചിയുടെ പുറത്താണ്. ശാസ്ത്രത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാചിയുടെ പുറത്ത് സഞ്ചരിക്കുന്നതാണ് ശാസ്ത്രം. ആ ശ്രീധർമ്മ ശാസ്ത്രത്തിൽ തൊടികളെയും പ്രകൃതിയെയും പർവ്വതങ്ങളെയും നദികളെയും ഗ്രഹങ്ങളെയും കൊട്ടാരങ്ങളെയും പട്ടണങ്ങളെയും എല്ലാം ചിട്ടപ്പെടുത്തുമ്പോൾ മാത്രമാണ്, ശ്രീധർമ്മശാസ്ത്രത്തിൽ ചിട്ടപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പരിസ്ഥിതിയുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ലാളിത്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. പഞ്ചഭൂത പരിപൂർണാമൃതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമാണ് നമുക്ക് സ്വർഗീയത അനുഭവപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും സംശയം വരിക, ഈ 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീജനങ്ങൾ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവർക്ക് പ്രവേശനമില്ല. ഈ പ്രായത്തിന്റെ രജസ്വല എന്ന് പറയുന്ന പ്രായപരിധി 9 ആണോ 50 ആണോ എന്നാണ് ചോദിച്ചത്. അതിനിടയ്ക്കാണ്. എന്താണ് അതിന്റെ കാരണം? രജസ്വല എന്ന് പറയുന്ന ആ പ്രായപരിധി വയസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നുള്ള വസ്തുതയാണ് ആദ്യം അറിയേണ്ടതാണ്. പ്രായവുമായിട്ട് ബന്ധമില്ല. ഇല്ല. രജോ ഗുണം എന്ന് പറഞ്ഞാൽ രതിഗുണം. ആ രതിഗുണത്തെ പേറുന്നവളും കാണുന്ന മാത്രയിൽ തന്നെ മറ്റുള്ളവരിൽ രതി സൃഷ്ടിക്കാൻ കഴിവുള്ളതുമായിട്ടുള്ള സ്ത്രീജന ലോകത്തെയാണ് രജസ്വല എന്ന് പറയുന്നത്. ഒരാൾ രജസ്വലയാവാം, പക്ഷേ ആ രജസ്വലയെ കാണുമ്പോൾ മറ്റൊരാൾക്ക് രതി തോന്നുവാനുള്ള ശേഷിയില്ലെങ്കിൽ അയാൾ രജസ്വലയല്ല. 9 അല്ല 50 അല്ല പ്രായപരിധി. പലർക്കും ശാരീരികമായിട്ട് പല പ്രായപരിധിയിൽ ഒരു അറിവിന്റെ പരിമിതി വെച്ചുകൊണ്ട് അങ്ങനെ പ്രായം വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഇത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ശാസ്ത്രീയ അടിത്തറ ഇത് തന്നെയാണ്. അതായത് ഗർഭത്തെ ധരിക്കുവാൻ ശേഷിയുള്ള, രജോ ഗുണത്തെ ജനിപ്പിക്കുവാൻ ശേഷിയുള്ള, തന്നിൽ രജോ ഗുണമുള്ള സ്ത്രീകളെയാണ് രജസ്വല എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ജലത്തിൻ്റെ മായയാണ് നമ്മൾ. ഈ രോഹിണി എന്ന് പറയുന്നത് ജലത്തിൻ്റെ ഒരു പ്രായപരിധിയാണ്. കുമാരി എന്ന് പറയുന്നത് ജലത്തിൻ്റെ പ്രായപരിധിയാണ്. അതുപോലെ തന്നെയാണ് രജസ്വല. ജലത്തിൽ നിന്നിട്ട് ജലത്തിൻ്റെ രൂപാന്തരം ഓരോ അവസ്ഥയിലും ജലം എത്തുമ്പോൾ മാത്രമാണ് നാമങ്ങൾ മാറുന്നത്. സർവനാമവും നമയാലാകുന്നു, പാർവതിയാലാകുന്നു. നാമമില്ലാത്ത ശിവനെ നാമമുള്ളതാക്കുന്നത് നമയാകുന്നു. ഓരോ ദേശനാമങ്ങൾക്കും കാരണം നമയാകുന്നു. ഓരോ വ്യക്തികളും നമയാകുന്നു. നാം നമയാകുന്നു. ഓം നമ ശിവായ. ഓം നമോ നാരായണായ. നമയാണ് നാരായണനെ വളർത്തുന്നത്, പരിപാലിക്കുന്നത്. ഈ നാരത്തെ, ഈ നമയെ അയനം ചെയ്യിക്കുവാൻ കഴിവുള്ള ആളാണ് നരൻ. ഈ വൃക്ഷം ജ്ഞാനത്താൽ ഈ വൃക്ഷത്തിനൊപ്പം ചേർന്ന് നാരത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ ശേഷിയുള്ള അറിവ് കൊണ്ട് വലിയവനാണ് നാരായണനായിട്ടുള്ള മനുഷ്യൻ. അപ്പോൾ പ്രേമരൂപേണ നാരത്തെ അയനം ചെയ്യിപ്പിക്കുന്ന, നാരത്താൽ അയനം ചെയ്യുന്ന നരൻ എന്ന് പറയുന്നതിൻ്റെ മഹാവൈഭവമാണ് നാരായണൻ എന്ന് പറയുന്ന മാനവൻ. ഇപ്പം ഈ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ആ നൈഷ്ഠിക ബ്രഹ്മത്തിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു അർത്ഥവത്തായിട്ട് അങ്ങനെ പറഞ്ഞു തന്നു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത്, അതായത് നൈഷ്ഠിക ബ്രഹ്മചര്യ വ്രതം നോറ്റുകൊണ്ട് തന്നെയാണ് ശബരിമലയ്ക്ക് പോകേണ്ടത്. അവരുടെ രജോ ഗുണത്തെ പൂർണ്ണമായിട്ടും ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പോവേണ്ടത്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളുമായിട്ട് വേണം ശബരിമലയിലേക്ക് പോകാൻ. മുദ്രമാല അണിയുന്ന അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ടാണല്ലോ നമ്മുടെ വീടുകളിൽ ഈ തരത്തിലുള്ള സ്ത്രീകൾ സമ്പർക്കമില്ലാതിരിക്കുകയും അവരുമായിട്ട് അകലം പാലിക്കുകയും ചെയ്യുന്നത് ഈ ശാസ്ത്രം തന്നെയല്ലേ സത്യത്തിൽ? അതെ, തീർച്ചയായിട്ടും. അപ്പം മാലയണിയുന്ന ആ സമയം മുതൽ അയ്യപ്പനല്ലേ, ശാസ്താവല്ലേ? അയ്യപ്പനാണ് ശാസ്താവിൽ വിലയം പ്രാപിക്കാൻ. ഈ മുദ്രയിൽ തന്നെയാണല്ലോ അന്നേരം. അതെ, ആ ഓരോ ഭക്തനും അതെ
ഇത് രജോ ഗുണത്തെ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് ലോകം മുഴുവൻ ഈ സമയത്ത് കാലമണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതെ, ഈ കാലത്താണ് രജോ ഗുണത്തെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ ഭാവിക്ക് വേണ്ടിയിട്ട്, ഈ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട്, ഈ ശ്രീധർമ്മശാസ്ത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശാസ്താവിൽ വിലയം പ്രാപിക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് ഈ 18 പൂങ്കാവനങ്ങളെയും നമ്മൾ പരിപാലിക്കേണ്ടത്. ആ പരിപാലനം ഇല്ലാതായി കഴിഞ്ഞാൽ സപ്ത ഭൂഖണ്ഡങ്ങൾ ഇല്ലാതെയാകും, സപ്തസാഗരങ്ങൾ ഒന്നാകും. ഇതാണ് ഇതിൻ്റെ വസ്തുത. ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളോട് വലിയൊരു അപേക്ഷയുണ്ട്. ഇത്ര വലിയൊരു അറിവ് ഈ സന്തോഷിൽ നിന്ന് കിട്ടിയപ്പോൾ ഇത് മാക്സിമം ആളുകളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യേണ്ടതാണ്. സത്യത്തിൽ അതിനെല്ലാവരും ഉത്സാഹിക്കണം. ഈ അറിവ് എല്ലാവരിലേക്ക് എത്തട്ടെ. ഒത്തിരിയായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ സന്തോഷിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശബരിമല വിഷയത്തിലെ ഈ ഉത്തരം മാക്സിമം ജനങ്ങളിലെത്തിക്കാൻ, അറിവ് നേടാൻ, അറിഞ്ഞുകൊണ്ട് ശബരിമല യാത്ര പോവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. സ്വാമി ശരണം.